ഒരു ജലകണികയ്ക്കൊറ്റയ്ക്കൊരിക്കലും ഒരു സമുദ്രമായി തീരാൻ കഴിയില്ല. കാർമേഘത്തിൻ്റെ മടിത്തട്ടിൽ നിന്ന് ഒന്നിച്ച് പെയ്യുമ്പോഴാണ് അവയെല്ലാം ഒരു മഴയായി മാറുന്നത്. ഒരു മണൽത്തരിക്കൊറ്റയ്ക്കൊരിക്കലും ഒരു കടൽ തീരമാകാൻ കഴിയില്ല. ജലപ്രവാഹങ്ങളുടെ വർഷങ്ങളുടെ സ്പർശനമേറ്റാണ് അവയെല്ലാം ഒന്നുചേർന്ന് ഒരു കടൽ തീരമാകുന്നത്. വേർതിരിവുകളുടെ വഴിക്കല്ലുകളില്ലാതെ മനുഷ്യരെല്ലാം ഒന്നുചേർന്ന് പൊരുതിയ രാപ്പകലുകളുടെ അവസാനം 47-ന്റെ മൂവന്തിയിൽ സ്വാതന്ത്ര്യമെന്ന സുഹൃത്തിനെ ഭാരതത്തിൻ്റെ ഒരുമ കണ്ടുമുട്ടുന്നുണ്ട്. പുൽവാമയിൽ, ഉറിയിൽ, മുംബൈയിൽ, പഹൽഗാമിൽ ആ രാജ്യത്തിൻ്റെ ഒരുമയെയാണ് അവർ ചോദ്യം ചെയ്തത്. അപ്പോഴെല്ലാം ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി നമ്മളവരെ ചെറുത്തു തോൽപ്പിച്ചു. ഇപ്പോൾ ഇതാ ഒരുമയുടെ മറ്റൊരു മഹോത്സവം കൂടി വന്നെത്തിയിരിക്കുന്നു. ഹെനോസിസ് 2025. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനം ആദ്യമായി അണിയിച്ചൊരുക്കുന്ന കൾച്ചറൽ ഫെസ്റ്റായ ഹെനോസിസ് 2025 കുലശേഖരം സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് മെയ് 11 നടക്കുകയാണ്. ദൂരവും കാലവുമെല്ലാം നന്നേ ചെറുതാകുന്ന നിർബന്ധ ബുദ്ധിയുടെ ഈ കാലത്തിൻ്റെ ഒത്തനടുക്ക് ഒരു ദിവസം നമുക്കൊന്നിച്ചിരിക്കാം, പാട്ടുപാടാം, കഥ പറയാം, നൃത്തം ചെയ്യാം. അങ്ങനെ ഹെനോസിസ് 2025 നമ്മിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. എല്ലാ ആശംസകളും.